ഹലോ മൈ ഡിയർ എഞ്ചിനീയേഴ്സ്. അപ്പം മക്കളെ എങ്ങനെ പോകുന്നു? കീമിന്റെ പ്രിപ്പറേഷനൊക്കെ അടിച്ചു പൊളിച്ചു പോവല്ലേ? പോട്ടെ, അടിപൊളിയാവട്ടെ മക്കളെ. നിങ്ങൾ ടെൻഷൻ കൊടുക്കരുത് കേട്ടോ ബ്രെയിൻ. അതായത് എക്സാം ആണല്ലോ, കുറേ പഠിക്കാണ്ടല്ലോ, എത്രത്തോളം പഠിക്കാണ്ട്, ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് അത്രയും പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ടെൻഷൻസ് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് രാവിലത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ആ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അത് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് ദിവസം എക്സാമിൻ്റെ അന്നത്തേക്കും നമ്മൾ ഷെഡ്യൂൾ പ്ലേ ചെയ്ത് വെക്കരുത്. അന്നന്ന് തീർക്കേണ്ട സാധനങ്ങൾ അന്നന്ന് തീർത്ത് വെക്കുക. ഓക്കെ, ക്രാഷിലൊക്കെ ഉള്ളവർക്ക് പിന്നെ ഷെഡ്യൂളിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷെഡ്യൂൾ ക്രാഷിൽ തന്നെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഉണ്ട്. അതങ്ങനെ ഫോളോ ചെയ്ത് ആ ചാപ്റ്റേഴ്സ് അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കെമിസ്ട്രിയിൽ ഏതൊക്കെ സാറേ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇനി ഞാൻ പഠിക്കേണ്ടത്, കെമിസ്ട്രിയിൽ ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാവും. അതേപോലെ സാർ എങ്ങനെയൊക്കെയാണ് വെയിറ്റേജുകൾ വരിക കീമില്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കൂടുതൽ ചോദിക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് കുറവ് ചോദിക്കുക, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കാൻ പറ്റുമോ, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം മക്കളെ. അങ്ങനെ ചോദിക്കുന്നതോട് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ചോദിക്കുന്നതോട് ഒഴിവാക്കാം. പക്ഷേ നിങ്ങൾ റിപ്പീറ്റ് ഇപ്പോൾ ക്രാഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, 1-2 ചാപ്റ്റേഴ്സൊക്കെ ഒഴിവാക്കി, നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്, നമുക്ക് പഠിച്ചെത്താത്തതുകൊണ്ട് ഒഴിവാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒഴിവാക്കാൻ സത്യത്തിൽ ഓപ്ഷൻ ഇല്ല നമുക്ക്. കാരണം നമുക്ക് ആകെയുള്ളത് 19 ചാപ്റ്റർ അല്ലേ നമ്മുടെ കീമിൽ. നമുക്ക് 19 ചാപ്റ്റർ. പണ്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, എൻ സി ആർ ടിന്ന് ചാപ്റ്റേഴ്സ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, നമ്മുടെ ബോർഡ് എക്സാമിനൊക്കെ ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, കഴിഞ്ഞ കൊല്ലം പി ബ്ലോക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, പുതിയ സിലബസ് വന്നു കീമിൻ്റെ ഒക്കെ, അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ 19 ചാപ്റ്റർ തന്നെ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. 19 ചാപ്റ്റർ നമുക്ക് ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ ചാപ്റ്റേഴ്സ് തന്നെ ഉള്ളൂ നമ്മുടെ കീം എക്സാമിന്. അപ്പോൾ നമ്മൾ അത് മാത്രം പഠിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതിലേതൊക്കെ സാറെന്ന് പഠിക്കേണ്ടത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് സെറ്റ് ആക്കിയിട്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കെമിസ്ട്രിയുടെ 3 ഭാഗങ്ങളായി തിരിച്ചെടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ, അറിയില്ലെങ്കിൽ അത് അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറേ ഭാഗങ്ങളുണ്ട്, ഇനോർഗാനിക്കും ഉണ്ട്, ഓർഗാനിക്കും ഉണ്ട്. അപ്പോൾ അതിൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആ ചാപ്റ്റേഴ്സിൻ്റെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ നല്ലോണം പഠിച്ചിരിക്കണം. ഈ ഭാഗത്തു നിന്നും ഈ ചാപ്റ്റേഴ്സിലെ നമ്മൾ +1ത്തെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഇതൊന്നായിരിക്കും വെയിറ്റേജ് കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ ഒരു 2 മുതൽ 3 വരെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 2, 3 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഏതാ? ഇലക്ട്രോ കെമിസ്ട്രിയും കെമിക്കൽ കൈനറ്റിക്സും. അതും അതുപോലെ തന്നെയാണ് ഒരു 2 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. 2 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ്. മറ്റൊന്നും അപ്പോൾ ചോദിക്കൂലേ സാറേ, അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റേന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം, 1 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനൊക്കെ വരാം. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരിക, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ ഇനോർഗാനിക്കിൽ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ്. ഒരു 3 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, പണ്ടൊക്കെ ഒരു 5 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, കാണുന്നുണ്ട് കേട്ടോ. ഒരു 2 to 3 അങ്ങനെ പിടിക്കുക. 2 to 3 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ D&F ബ്ലോക്ക് ഇനോർഗാനിക്കിൽ നമുക്ക് ആകൊരു പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്, അതിന് ചിലപ്പോൾ 1 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് D&F ബ്ലോക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ. ഇത്രയും ഭാഗങ്ങളാണ് ഇനോർഗാനിക്കിൽ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിന്നൊരു 2-3 ക്വസ്റ്റ്യനൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 3 ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഓർഗാനിക്കിക്ക് വരുമ്പോൾ ഞാൻ പറയുന്നു, ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നിങ്ങൾ ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണക്ട് ചെയ്ത് വരും. ഇപ്പോൾ അലോ ആൽക്കൈൻസിൻ്റെയും ആൽക്കഹോളിൻ്റെയും കണക്ഷനായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ വരും അല്ലേ. ചിലത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആൽക്കഹോളിനെ വെച്ചിട്ട് കെമിക്കൽ പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൽക്കഹോൾ വേറെ ഏതെങ്കിലും കിട്ടുക, വേറെ ഏതെങ്കിലും ചാപ്റ്റർ പ്രൊഡക്റ്റ് ആവും കിട്ടുക. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് +2 കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല നോക്കണം. അപ്പോൾ അതിലേതാ സാറേ നോക്കേണ്ടത്? അതിൽ നെയ്മഡ് റിയാക്ഷൻസ് ഒന്ന് പക്കയാക്കിയിട്ട് പഠിച്ചു വെച്ചോ. നെയ്മഡ് റിയാക്ഷൻസ് കോഡൊക്കെ ആയിട്ട് ഓർത്ത് വെക്കേണ്ടവർക്ക് നമ്മുടെ +2ൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നെയ്മഡ് റിയാക്ഷൻ ഫുള്ള് കോഡാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അതൊന്ന് കണ്ടുപോകുന്നത് നല്ലതാണ്. അതിനെ കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. കോമ്പറ്റീവ് എക്സാം കാണുമ്പോൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിനുള്ളത് കിട്ടും. പിന്നെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് സാറേ കൂടുതലായിട്ട് വെയിറ്റേജ് വരുന്നത്? അത് ഇതാ ഈ 3 ചാപ്റ്റേഴ്സ്. നമ്മുടെ +1 ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഓഫ് സം ബേസിക് പ്രിൻസിപ്പിൾ, അതായത് നെയിമിങ്ങും ഐസോമറിസും ഒക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് എന്തായാലും 2 to 3 ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ചോ. എന്തായാലും 2 ക്വസ്റ്റ്യൻ എന്തായാലും ചുരുങ്ങിയത് ആ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം നെയിമിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തേതാ ഹലോ ആൽക്കെയിൻസ് ഹലോ അറീൻസും അതുപോലെ തന്നെ ആൽഡിഹൈഡ്സും കീറ്റോൺസും. ഇത് രണ്ടിനും കൂടിയിട്ട് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. 4 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ്. അപ്പം ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ ഒഴിവാക്കട്ടെ സാറേ? അങ്ങനെയല്ല, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓരോ വർഷവും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി തന്നിട്ടുള്ള ഒരു വെയിറ്റേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാം. ചിലപ്പോൾ ചില ചാപ്റ്ററിൽ നിന്നൊക്കെ 2 ക്വസ്റ്റ്യനൊക്കെ കയറി വരാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനിയുള്ള സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ മാത്രമേ നമ്മളെ കയ്യിൽ സമയം ഉണ്ടാവുള്ളൂ അല്ലേ? ഇതന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ഇതിന് ക്വസ്റ്റ്യൻസ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. ഇനി സാറേ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സൊക്കെ കുത്തിരുന്ന് പഠിക്കാനൊക്കെ ഞങ്ങൾക്ക് സമയമുണ്ടോ? ഇല്ല. ഇനി നിങ്ങളുടെ സമയം മക്കളെ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി ചെലവാക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. പ്രാക്ടീസ് 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 പ്രാക്ടീസ്. എത്ര തവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോ. ഇനി അതിനേ സമയമുള്ളൂ. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആർട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആർട്ട് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ചാപ്റ്റർ എടുത്തിട്ട് 1 മുതൽ 2 ലാസ്റ്റ് വരെ വായിച്ച് നോക്കുകയല്ല വേണ്ടത്. ക്വസ്റ്റ്യൻസ് ഓരോന്ന് എടുക്കുന്നു, എഴുതി നോക്കും, പഠിക്കുക. ഓരോ ടൈം ലിമിറ്റ് വയ്ക്കുക. 10 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു 10 മിനിറ്റ് നമ്മൾ ടൈം ഗ്യാപ്പ് വയ്ക്കുക മക്കളെ. നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊരു ടൈം ഗ്യാപ്പ് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നമ്മളൊരു ടൈം സ്റ്റോപ്പർ വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അത് ഇനി മാത്സ് ആയാലും അത് തന്നെ കേട്ടോ. മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ഒക്കെ നിങ്ങൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ഒരു സമയം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക. ആദ്യം നിങ്ങളൊരു 15 ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ അടുത്ത 30 മിനിറ്റിൽ എന്ത് ചെയ്യണം, അടുത്ത സമയത്ത് എന്ത് ചെയ്യണം, അതൊരു 20 ആക്കി അല്ലെങ്കിൽ ഒരു 15 ആക്കണം. അങ്ങനെ അതിൻ്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയം കൂട്ടി കൊണ്ടുവരണം. എന്നാലേ നമുക്ക് കീം അടിക്കാൻ പറ്റുള്ളൂടാ. കോമ്പറ്റീവ് എക്സാം അങ്ങനെയാണ്. നമ്മൾ പഠിച്ചാൽ പോരാ, നമ്മളൊപ്പം എഴുതുന്നവരെ തോൽപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ അപ്പുറത്തേക്ക് എത്താൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവണം അപ്പുറത്തുള്ളവർ. ഓക്കെ, അതാണ് കോമ്പറ്റീഷൻ. ഇനിയാണ് കോമ്പറ്റീഷൻ തുടങ്ങുന്നത്. ഇതുവരെ നമ്മൾ +1 +2 ഞാൻ 100 വാങ്ങി, അപ്പുറത്തിരിക്കുന്നവർ 100 വാങ്ങി, ഒരു കുഴപ്പമില്ല, നമുക്ക് 2 പേർക്കും 100 കിട്ടും. പക്ഷെ എങ്ങനെയല്ല, ഇനി റാങ്കാ. നമുക്ക് 1 റാങ്ക് ഉണ്ടെങ്കിൽ അത് വേറെ ആർക്കും ഉണ്ടാവില്ല, നമുക്ക് മാത്രം 1 റാങ്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ 2 റാങ്ക് 3 റാങ്ക് അങ്ങനെ പോകും. എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, വേർതിരിക്കും. അപ്പം മക്കളെ ഇനി നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, ഉറപ്പാണ്, കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെടുന്നവനെ കീം കിട്ടാവൂ. അല്ലാതെ ഇപ്പം എന്താ വെറുതെ ഇരിക്കുന്നവന് കീം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഇതിലൊരു ത്രില്ലുള്ളത്? നമ്മൾ അർഹതപ്പെട്ട അതാണെങ്കിൽ മാത്രമേ ആ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമ്മൾ കടക്കാവൂ. അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടി ഒന്നും കാട്ടിയിട്ട് കടന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ നമുക്കുള്ളത്, അതിന് നമ്മൾ അർഹത ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ കോമ്പറ്റീവ് എക്സാം ഒക്കെ വെച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ചെയ്തോ. പിന്നെ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആർട്ട് എടുക്കും, എന്നിട്ട് അടുത്ത ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കും. ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഒരു 1 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, റാൻഡം ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യാൻ നോക്കണം. അതായത് ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് അടങ്ങിയൊരു സെറ്റ് ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ സെറ്റ്, അത് വെച്ച് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഒരു ചാപ്റ്റർ മാത്രമാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കുറച്ചും കൂടി എളുപ്പമായി കൊടുക്കും. നമ്മുടെ എക്സാം എങ്ങനെയാണ്, റാൻഡം ക്വസ്റ്റ്യൻസ് അല്ലേ വരിക. അപ്പോൾ റാൻഡം ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കണം. അങ്ങനെ നമ്മുടെ തലച്ചോറിനെ അങ്ങനെ കൺഫ്യൂസ് ആക്കി ഇത് പേര് ചാപ്റ്ററിനാണ് കൺഫ്യൂസ് ആക്കി മൂപ്പരെ കപ്പാസിറ്റി കൂട്ടി കൊണ്ടുവരണം. അതാണ് ഒരു സൈക്കോളജി മക്കളെ. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ അടിപൊളിയായി നടക്കട്ടെ. ഇത് കേട്ടിട്ട് ഇനി അയ്യോ ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ മോശമാണല്ലോ, ഇതുവരെ ചെയ്തതൊന്നും ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇനി നിങ്ങൾ ചെയ്തു തുടങ്ങുക, അത്രേ ഉള്ളൂ മക്കളെ. ഇനിയാണ് തുടങ്ങുക അല്ലേ, അതത്രേ ഉള്ളൂ. സെറ്റായി നോക്കുക, അടിപൊളിയായിട്ട് നോക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, കീം അടിച്ചെടുക്കും. സെറ്റ്.